നമസ്കാരം. ഇന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്ന വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഒരു കണ്ടക്ടർ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കാമെന്ന് കരുതുക. അപ്പോൾ ഇതാണ് ഒരു കണ്ടക്ടർ. അതിൽ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും, അത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇതൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഈ കണ്ടക്ടർ ഇരിക്കുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് നമുക്കറിയാം, ഒരു ചാർജഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന സമയത്ത് ആ ചാർജഡ് ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ടും. അപ്പോൾ ഇതിൽ പോസിറ്റീവ് അയോൺസിന് മൂവ് ചെയ്യാൻ കഴിയില്ല. ഇലക്ട്രോൺസ് ഫ്രീ ചാർജഡ് പാർട്ടിക്കിളാണ്. ആ ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ കഴിയും. ആ ഇലക്ട്രോണിനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം ഈ സൈഡിൽ, ഇവിടെ നിന്നുള്ള ഇലക്ട്രോണൊക്കെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഭാഗത്ത് ഇലക്ട്രോണും ഇതിനോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് പോസിറ്റീവ് ചാർജായിട്ട് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഇലക്ട്രോൺസും അതിന് ഓപ്പോസിറ്റ് ഭാഗത്ത് പോസിറ്റീവ് അയോൺസ് ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഈ നെഗറ്റീവ് ചാർജിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അതായത് അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റാണ്. അങ്ങനെ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് പൂജ്യമാവുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് സീറോ. അത് നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാം. മെറ്റാലിക് കണ്ടക്ടർ അവിടെ വെച്ചിരിക്കുകയാണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം, ഈ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്ത് അലൈൻ ചെയ്ത് കിടക്കുന്നുണ്ട് ലൈനായിട്ട്. മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഉള്ളിലില്ല എള്ളിന് യാതൊരു ചേഞ്ചും അവിടെ വരുന്നില്ല, അലൈൻ ചെയ്ത് കിടക്കുന്നില്ല, ഡിസോർഡറായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ. നമ്മളെ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നില്ല. പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് നമുക്കുണ്ടെന്ന് മനസ്സിലാവുന്നത് അവിടെ ആ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്തിരുന്നു. പക്ഷേ കണ്ടക്ടറിൻ്റെ ഉള്ളിലില്ല. കണ്ടക്ടറിൻ്റെ പുറംഭാഗത്തൊക്കെ വീണ് കിടക്കുന്ന ആ എള്ളിന് യാതൊരു ഓറിയൻറ്റേഷനും അതിന് സംഭവിച്ചിട്ടില്ല. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ അത് അലൈൻ ചെയ്യാതെ ഇരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, അറ്റ് ദ സർഫസ് ഓഫ് ദി ചാർജഡ് കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദി സർഫസ് അറ്റ് എവരി പോയിന്റ്. ഇത് മനസ്സിലാക്കാനും നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഒരു കണ്ടക്ടറിന് നമ്മൾ ചാർജ് ചെയ്യുകയാണ്. ആ ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് അലൈൻ ചെയ്യുന്നത് നോക്കാം. നമുക്ക് പല ഷേപ്പിലില്ല കണ്ടക്ടറിലും നമ്മൾ ചാർജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാർജഡ് കണ്ടക്ടറാണ് സെൻറ്ററിലുള്ളത്. അപ്പോൾ അതിന്ന് ഇലക്ട്രിക് ഫീൽഡ് പോകുന്ന ഡയറക്ഷൻ, അതായത് ആ കണ്ടക്ടറിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല, പുറത്ത് മാത്രമാണ് വരുന്നത്. സർഫസിൽ നോർമലായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിലും ഇലക്ട്രിക് ഫീൽഡ് ആ സർഫസിന് നോർമലായിട്ടാണ് വരുന്നത്. ഏത് ഷേപ്പിലുള്ള കണ്ടക്ടറാണെങ്കിലും ആ സർഫസിന് നോർമലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഈ കൂർത്ത അറ്റത്താണ്. അതായത് ഇലക്ട്രിക് ചാർജ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കൂർത്ത അഗ്രങ്ങളിലേക്ക്. ട്രയാങ്കുലർ ഷേപ്പിലുള്ളതിലും ആ സർഫസിന് നോർമലായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നിന്ന് ചാർജഡ് കണ്ടക്ടറിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ്, അത് ഏത് ഷേപ്പ് ആയിക്കോട്ടെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആ സർഫസിന് നോർമലായിട്ടായിരുന്നു. ഇനി അടുത്ത പോയിന്റ്, ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ ദ സ്റ്റാറ്റിക് സിറ്റുവേഷൻ. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എക്സസ് ചാർജ് ഉണ്ടായിരിക്കില്ല.
അഥവാ എക്സസ് ചാർജ് വന്നെങ്കിൽ ആ എക്സസ് ചാർജൊക്കെ അത് അതിൻ്റെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ ഒരു ചാർജ്ഡ് കണ്ടക്ടർ, ഈ ഒരു ചാർജ്ഡ് കണ്ടക്ടർ വേറൊരു കണ്ടക്ടറിനോട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക. ഈ കണ്ടക്ടറിൽ നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുക്കും. ഈ പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന സമയത്ത് ഈ ചാർജ്ഡ് ബോഡിയിൽ നിന്ന് ചാർജ് ഈ രണ്ടാമത്തെ കണ്ടക്ടറിലേക്ക് വരും. ഈ ബോഡിയും ചാർജ് ചെയ്യപ്പെടും. നമുക്കെങ്ങനെ ചാർജ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. കാരണം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതുപോലെ തന്നെ എള്ള് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ എള്ള് അലൈൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചാർജ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അടുത്തതായി ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ വെക്കും. കണ്ടക്ടറിൻ്റെ ഉള്ളിൽ വെക്കുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബോർഡിനെ ചാർജ് ചെയ്യുന്നു. ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ ഭാഗത്തുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇലക്ട്രിക് ഫീൽഡ് പുറത്താണുള്ളതെങ്കിൽ നമുക്ക് ഈ ബോഡിയിൽ ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുന്നത് ഈ ചെറിയ മെറ്റാലിക് കണ്ടക്ടറിലാണ്. പക്ഷേ ആ പോസിറ്റീവ് ചാർജ് കാരണമാണ് ഈ രണ്ട് കണ്ടക്ടറിലും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണുന്നുണ്ട്. മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. ഇതിൻ്റെ ഉൾഭാഗത്ത് കാണാത്തത്, ഇലക്ട്രിക് ഫീൽഡ് അലൈൻ ചെയ്യാത്തത് ഒരു മെറ്റലിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ദി കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. പക്ഷേ ഇവിടെ ഇതിൻ്റെ പുറത്തും ഇലക്ട്രിക് ഫീൽഡ് കാണുന്നുണ്ട്. കാരണം ഇതിൽ ചെയ്ത ചാർജ് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ കണ്ടക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഈ കണ്ടക്ടർ ആ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ വെക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചെറിയ കണ്ടക്ടറിൻ്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണുന്നില്ല. ഇലക്ട്രിക് ഫീൽഡ് എല്ലാം പുറത്ത് മാത്രമാണ്. ഇവിടെ ഞാൻ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കാണാൻ കഴിയുന്നുള്ളൂ. ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നില്ല. കാരണം ഈ കണ്ടക്ടറിൽ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് ഫീൽഡിനെ കാണാൻ കഴിയുള്ളൂ. ആ കണ്ടക്ടറിൽ ചെയ്ത ചാർജ് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത്. നമ്മൾ ആദ്യം ചെയ്ത എക്സ്പെരിമെന്റിൽ, അതായത് ഈ ചാർജ്ഡ് കണ്ടക്ടർ പുറത്തായിരുന്നു, ഈ കണ്ടക്ടറിന് പുറത്തായിരുന്നു. അപ്പോൾ ഇതിൽ ചാർജ് കൊടുക്കുന്ന സമയത്ത് ഈ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു, ഈ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഇതിൽ ചെയ്ത ചാർജ് ഈ ഭാഗത്തേക്ക്, ഈ കണ്ടക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ രണ്ട് ബോഡിയും ചാർജ്ഡ് ആയിരുന്നു. രണ്ടാമത് ചെയ്ത എക്സ്പെരിമെന്റിൽ ഈ ബോഡിയിലാണ് നമ്മൾ ചാർജ് കൊടുത്തത്. പക്ഷെ നമുക്ക് ഈ ഭാഗത്തൊന്നും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടില്ല. ഇലക്ട്രിക് ഫീൽഡ് കണ്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ എള്ള് ഒരിക്കലും അലൈൻ ചെയ്ത് കടന്നിരുന്നില്ല. എള്ള് അലൈൻ ചെയ്ത് കടന്നത് ഈ പുറത്ത് മാത്രമാണ്. അതിനർത്ഥം ഈ ഭാഗത്ത്, ഈ ബോഡിയിൽ മാത്രമാണ് ചാർജ് ചെയ്തത്. ഇതിൽ ചെയ്ത ചാർജ് എല്ലാം അത് അതിൻ്റെ പുറത്തെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരിക്കലും എക്സസ് ചാർജ് അവിടെ നിലനിന്നില്ല. ചെയ്ത ചാർജൊക്കെ അതിൻ്റെ പുറത്തെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെയും പ്രിൻസിപ്പിൾ. നമുക്കറിയാം വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ചാർജ് ഈ ഒരു മെറ്റാലിക് സ്ഫിയറിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ്, ഇവിടെ ഫ്രിക്ഷൻ വഴി ചാർജ് ലഭിക്കുന്നു. ഈ ചാർജ് നേരെ മുകളിലെത്തുന്ന സമയത്ത് ഈ മെറ്റാലിക് കണ്ടക്ടറിലേക്ക് ചാർജ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ മെറ്റാലിക് കണ്ടക്ടർ ഈ സ്ഫെരിക്കൽ സർഫസിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്ത ചാർജ് എല്ലാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും നോക്കാതെ, ഈ രണ്ട് ബോഡിയും പൊട്ടൻഷ്യൽ ഒന്നും നോക്കാതെ തന്നെ ഇതിൽ ചെയ്ത ചാർജ് എല്ലാം അതിൻ്റെ ഈ ഔട്ടർ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സർഫസിൽ ഉയർന്ന തോതിൽ നമുക്ക് ചാർജ് ചെയ്യപ്പെടാൻ പറ്റുന്നത്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്നതിലെ അടുത്ത പോയിന്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഹാസ് ദ സെയിം വാല്യൂ ഓൺ ഇറ്റ് സർഫസ്. അതായത് ഒരു ചാർജഡ് ബോഡിയുടെ സർഫസിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 നമ്മൾ പറഞ്ഞു. പക്ഷേ ഇലക്ട്രിക്
പൊട്ടൻഷ്യൽ നമുക്കറിയാം, ചാർജർ ബോഡിയിൽ നിന്ന് അകന്നിരിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കുറവായിരിക്കും. ആ ചാർജർ ബോഡിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടി കൂടി വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആ ചാർജർ ബോഡിയുടെ സർഫസിലായിരിക്കും. ഇനി ആ ചാർജർ ബോഡിയുടെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സർഫസിൽ എത്രയായിരുന്നോ പൊട്ടൻഷ്യൽ, അതേ പൊട്ടൻഷ്യലാണ് ഈ ചാർജർ ബോഡിയുടെ ഇൻസൈഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത്. ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഈ മെറ്റാലിക് കണ്ടക്ടറിന് പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം ആ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ കൂടി കൂടി വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ സർഫസിലായിരിക്കും. ഇനി ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും നമുക്ക് ഒരേ പൊട്ടൻഷ്യലാണ് നമുക്ക് ലഭിക്കുക. എല്ലാ ഭാഗത്തും നമുക്ക് ഒരേ പൊട്ടൻഷ്യലായിരിക്കും നമുക്ക് ലഭിക്കുക. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സർഫസിലില്ല അതേ പൊട്ടൻഷ്യലായിരിക്കും ഈ കണ്ടക്ടറിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ സർഫസിലായിരുന്നു. സർഫസിൽ നിന്ന് അകന്നു പോകുന്നത് അതിനനുസരിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ സർഫസിലായിരുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്തും അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് സർഫസിൽ കിട്ടിയ അതേ വാല്യൂ ആണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സർഫസിൽ തന്നെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ. പക്ഷേ ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആയ സ്ഥലത്തും ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് വാല്യൂ ഉണ്ടാകും. അതായത് ഒരു ചാർജഡ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, പക്ഷേ അവിടെ പൊട്ടൻഷ്യൽ മാക്സിമം ആണ്. സർഫസിലത്തെ അതേ വാല്യൂ തന്നെയാണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്നതിലെ അടുത്ത പോയിന്റ്, ഒരു കണ്ടക്ടറിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്നാണ് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജഡ് കണ്ടക്ടർ E is equal to sigma divided by epsilon 0. അതിന് ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. എങ്ങനെയാണ് ഒരു സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടുന്നത്? നമുക്ക് ഒരു സർഫസ് കൺസിഡർ ചെയ്യാം. ഒരു മെറ്റാലിക് ബോഡിയുടെ ഒരു സർഫസ്. നമുക്കറിയാം ഈ സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഒരു ഗോസിയൻ സർഫസ് നമ്മളിവിടെ അസ്യൂം ചെയ്യും. സിലിണ്ടറിക്കലാണ്. അപ്പോൾ ഈ ഭാഗം, ഈ എൻഡ് ഈ കണ്ടക്ടറിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. നമ്മൾ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്, അത് തിൻ ഷീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഗോസിയൻ സർഫസ് എടുത്തത് സർഫസിൻ്റെ 2 ഭാഗത്തുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. ഒരു സർഫസ്, ഗോസിയൻ സർഫസിൻ്റെ ഒരു ഭാഗം പുറത്തും മറ്റേ ഭാഗം ഈ കണ്ടക്ടറിൻ്റെ ഉൾവശത്തുമായിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കണ്ടക്ടറിൻ്റെ ഉൾവശത്ത് എടുത്ത ഭാഗത്ത് ഫ്ലക്സ് ഉണ്ടാവില്ല. കാരണം ഫ്ലക്സ് ഇല്ലാത്തതിന് കാരണം നമുക്കറിയാം കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് ഫ്ലക്സ് ഇല്ല. ഇവിടെ മാത്രമാണ് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഗോസ് ലോ അപ്ലൈ ചെയ്യാം. എന്താണ് ഗോസ് ലോ പറയുന്നത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 1/ε0 ക്യൂ എൻക്ലോസ്ഡ്. നമുക്ക് ഈ സർഫസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം ഈ സർഫസിലൂടെ മാത്രമേ ഫ്ലക്സ് വരുന്നുള്ളൂ. ആ ഭാഗത്താണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഈ ഏരിയയുടെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇ ഡോട്ട് ഡി എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഇ ഡി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇ ഡി എ ഇസ് ഈക്വൽ ടു 1/ε0. ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോസിയൻ സർഫസ് എത്ര ചാർജിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്നു? നമുക്കറിയാം ഈ ഒരു ഏരിയനെ നമുക്ക് എ എന്ന് വിളിക്കാം.
അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം എന്നുള്ള ഈ മെറ്റാലിക് കണ്ടക്ടറിലെ ഇത്രയും ഭാഗമായിരിക്കും ഈ എ എന്ന് പറഞ്ഞാൽ അത്രയും ഏരിയ ഈ മെറ്റാലിക് സർഫസിൽ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ ഇൻറ്റു എ എന്ന് വിളിക്കാം. കാരണം ചാർജ് ക്യൂ എന്നുള്ളത് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ രൂപത്തിൽ എഴുതാൻ നമുക്കറിയാം. ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന്. അതുകൊണ്ടാണ് നമ്മളിവിടെ ചാർജിന് പകരം സിഗ്മ ഇൻറ്റു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമ്മൾ മുന്നേ ഗോസ് ലോ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇനി ഇവിടെ എല്ലാ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് ഒരേ അകലത്തിലായതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തേക്ക് എടുക്കാം, ഡി എനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/ε0 സിഗ്മ ഇ എന്ന് കിട്ടും. ഡി എനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ എന്ന് കൊടുക്കാം. അപ്പോൾ ഇ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 1/ε0 സിഗ്മ ഇൻറ്റു എ എന്ന് കിട്ടും. എയും എയും ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് ഇ ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടി. ഇതാണ് ഒരു കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പോൾ ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഇനി അതിനെ ഡയറക്ഷൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ വെക്ടർ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ ε0 നമുക്കൊരു യൂണിറ്റ് വെക്ടർ ഇടാം. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ അത്ര ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് നിലയിലെ അവസാനത്തെ പോയിന്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ ഏത് ഷേപ്പ് ആവട്ടോ, ഈ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു കാവിറ്റി ഉണ്ടെന്ന് കരുതുക, ഒഴിഞ്ഞ ഭാഗം. ഇത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഈ കണ്ടക്ടർ ഈ കാവിറ്റിയോട് കൂടിയിട്ടുള്ള ഈ ഒരു കണ്ടക്ടർ നമ്മൾ വെക്കുന്ന സമയത്ത് ഇവിടെ ഫ്രീ ചാർജസ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യും. ആ ചാർജർ പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാവിറ്റിയുടെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്ന രീതിയിൽ ഇവിടെയുള്ള ഫ്രീ ചാർജർ പാർട്ടികളെല്ലാം ഓറിയൻറ്റ് ചെയ്ത് കിടക്കും. എങ്ങനത്തെ ഷേപ്പിലുള്ള കണ്ടക്ടർ ആണെങ്കിലും ഏത് ഷേപ്പിലുള്ള ക്യാവിറ്റി ആണെങ്കിലും ഈ ക്യാവിറ്റിയുടെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. നമുക്ക് നേരത്തെ തന്നെ അറിയാം, കണ്ടക്ടറിൽ അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ക്യാവിറ്റിയുടെ ഉള്ളിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടു നോക്കാം. ഒരു മെറ്റാലിക് കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിലും ആ കണ്ടക്ടറിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് സംഭവിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ആ കണ്ടക്ടറിൻ്റെ നടുവിൽ ഒരിക്കലും ആ എള്ള് അലൈൻ ചെയ്തിട്ടില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ്. ഒരു ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നതുപോലെ തന്നെ ക്യാവിറ്റിയുടെ ഉള്ളിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെയും ഉള്ളിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതുകൊണ്ടാണ് അവിടെ എള്ള് അലൈൻ ചെയ്ത് കിടക്കാത്തത്. പുറത്ത് മാത്രമേ ഉള്ളൂ എള്ള് അലൈൻ ചെയ്ത് കിടക്കുന്നുള്ളൂ. ആ ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. മെറ്റൽ കണ്ടക്ടറിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ക്യാവിറ്റിയുടെ ഉള്ളിലും അതേപോലെ തന്നെ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ മുകളിലൊന്നും എള്ള് അലൈൻ ചെയ്ത് കിടന്നില്ല, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് കിടന്നില്ല. എന്താ കാരണം? ആ ഭാഗങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. നമുക്ക് ഇതിൻ്റെ കണ്ടക്ടറിൻ്റെ പുറത്ത് നമുക്ക് എള്ള് അലൈൻ ചെയ്ത് കിടക്കുകയാണ് ചെയ്തത്. കാരണം കണ്ടക്ടറിൻ്റെ പുറത്തുള്ളൂ ഇലക്ട്രിക് ഫീൽഡ്, കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരുന്നു. ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഏതെങ്കിലും ഡിവൈസുകൾ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മെറ്റാലിക് ക്യാവിറ്റിയുടെ ഉള്ളിൽ ആ ഇൻസ്ട്രുമെൻറ്റിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും.
ഇടിമിന്നലൊക്കെ നടക്കുന്ന സമയത്ത് കാറിൻ്റെ ഉള്ളാണ് ഏറ്റവും കൂടുതൽ സേഫ് എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെ. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് കാരണം അതിൻ്റെ ഉള്ളിലേക്ക്, ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് എത്തില്ല. സർഫസിൽ മാത്രമായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ 6 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. രണ്ടാമത്തെ പോയിന്റ്, അറ്റ് ദ സർഫസ് ഓഫ് ചാർജ്ഡ് കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദി സർഫസ് അറ്റ് എവരി പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ ദി സ്റ്റാറ്റിക് സിറ്റുവേഷൻ. നാലാമത്തെ പോയിന്റായിട്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഹാസ് ദ സെയിം വാല്യൂ ഓൺ ഇറ്റ് സർഫസ്. അഞ്ചാമത്തെ പോയിന്റായിട്ട്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് ചാർജ്ഡ് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അവസാനത്തെ പോയിന്റായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ് പറഞ്ഞത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി ക്യാവിറ്റി ഈസ് ആൾവേസ് 0. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.